തൃശൂർ പൂരം നടത്താൻ തീരുമാനിച്ചതിന് പിന്നാലെ ഒരുക്കങ്ങൾ തകൃതിയാക്കി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. നാളെയാണ് പൂര വിളംബര ചടങ്ങുകൾ നടക്കുക. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ തിരുവമ്പാടിയുടെ ദുഃഖാചരണം ഇന്നും തുടരും. പാറമേക്കാവിന്റെ ചമയ പ്രദർശനം ഇന്ന് ആരംഭിക്കും. ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീത്ത്, നിയന്ത്രണങ്ങളോടെയാണ് ഇത്തവണത്തെ തൃശൂർ പൂരം നടക്കുന്നത്. എന്നാലും പൂരപ്രേമികൾക്ക് തൃശൂർ പൂരം എന്ന് കേട്ടുകഴിഞ്ഞാൽ അത് മറ്റൊരു ആവേശമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നത്? അതോടൊപ്പം ഈ പൂരം കൂടാൻ ജനങ്ങളുടെ ഒരു പ്രവാഹം അത് മുൻവർഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാ ദിവസങ്ങളിലും അത് കാണാറുമുണ്ട്. പൂരം കൊടിയേറ്റിന് ശേഷമുള്ള എല്ലാ ദിവസങ്ങളും അത്തരം തിരക്ക് കാണാറുണ്ട്. അത്തരം തിരക്കിലേക്ക് തൃശൂർ പൂര നഗരി അവിടെ മാറിയോ? പ്രജിൻ, ഇപ്പോൾ എന്തായാലും ആ തിരക്കിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൂരം ആഘോഷിക്കാൻ വേണ്ടി വളരെ വലിയ ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നതാണ് തൃശ്ശൂർക്കാർ. പക്ഷേ ആ ഒരു സമയത്താണ് ഒരു കരിനിഴൽ എന്ന പോലെ ഈ ഒരു മുണ്ടത്തിക്കോട് ദുരന്തം വന്നു പതിച്ചത്. എന്തായാലും ഈ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളായ കുടമാറ്റം അടക്കം വെടിക്കെട്ട് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏതാണ്ട് കുടമാറ്റം 15 മിനിറ്റായി ചുരുക്കി, വെടിക്കെട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കടം ആളുകളുടെ ഇടയിലുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ദുരന്തമാണ്, വലിയൊരു ദുരന്തമാണ് നടന്നിരിക്കുന്നത്. അത് ആ ഒരു ബോധവും അവർക്കുണ്ട്, ആ ഒരു ബോധ്യവും അവർക്കുണ്ട്. എന്തായാലും 15 മിനിറ്റ് മാത്രമായാണ് ഈ കുടമാറ്റം ചുരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10 സെറ്റോളം കുടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള അവസരം മാത്രമായിരിക്കും ഉണ്ടാവുക. LED കുടകളൊക്കെ ഉണ്ട്. അത് എങ്ങനെ മാറുമെന്ന ചോദ്യത്തിന് അത് രാത്രി കാലങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സമയങ്ങളിലോ മാറാമെന്നാണ് ഇപ്പോൾ പാറമേക്കാവിൻ്റെ അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ചമയ പ്രദർശനം സാധാരണ വലിയ വർണ്ണവിസ്മയത്തോടു കൂടിയൊക്കെ കതിനൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഉദ്ഘാടന മാമാങ്കമായൊക്കെ നടത്താറുള്ളതാണ്. പക്ഷേ ഇത്തവണ അത്തരത്തിലൊന്നും വേണ്ട. അത് കേവലം ഒരു ചടങ്ങ് മാത്രമാക്കി ഉദ്ഘാടനമൊന്നുമില്ലാതെ ചമയ പ്രദർശനം പാറമേക്കാവ് ഇന്ന് ആരംഭിക്കുകയാണ്. പൂരനഗരിയിൽ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതിന് പക്ഷേ മുറ പോലെ ആ മേഖലയിൽ ആളുകളെല്ലാം തന്നെ വരുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തവണ ഈ വെടിക്കെട്ടുണ്ടാകില്ല എന്ന് പറയുമ്പോൾ പുറത്തുനിന്നുള്ള ആളുകളുടെ എണ്ണത്തിലുള്ള കുറവുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ പുറത്തുനിന്ന് ഈ വെടിക്കെട്ട് പ്രേമികൾ നെന്മാറ, വല്ലങ്ങി, വടക്കാഞ്ചേരി, ഉത്രാളിക്കാവ്, അതുപോലെ തന്നെ വടക്കാഞ്ചേരി കുറ്റിയങ്കാവ് പോലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേക്കൊക്കെ തന്നെ ആളുകൾ, മലപ്പുറം, അതുപോലെ തന്നെ പാലക്കാട്, കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഈ വെടിക്കെട്ട് പ്രേമികൾ വരാറുണ്ട്. അവരുടെ എണ്ണത്തിൽ എന്തായാലും വലിയ തോതിലൊരു കുറവ് ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും പൂരത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. അതിനപ്പുറത്തേക്ക് മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ വലിയ തോതിൽ ഒരു സങ്കടം അല്ലെങ്കിൽ വിഷമത്തോടുകൂടി, ആശങ്കയോടുകൂടി തന്നെയാണ് തൃശ്ശൂർ പൂരത്തിലേക്ക് ഇത്തവണ ഈ നാട്ടുകാർ കടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. ഇന്നിപ്പോൾ ചമയൊരുക്കങ്ങളൊക്കെ ആരംഭിക്കുന്നു. പക്ഷേ ഈ വേദനയിൽ നിന്നും ഇതുവരെ ആ നാട് മുക്തമായിട്ടില്ല എന്ന് മാത്രമല്ല, ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട്, അവരെ തിരിച്ചറിയാനുണ്ട്, DNA പരിശോധന അടക്കം നടക്കാനുമുണ്ട്. അപ്പോൾ ഇത്ര വലിയൊരു വേദനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പൂരത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് പോകുന്നത് എന്നതുകൂടിയുണ്ട്. തീർച്ചയായും അസ്ത, കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ വൈകുന്നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു ശരീരത്തിൻ്റെ ഭാഗം, അത് തലഭാഗം കണ്ടെത്തിയത്. അത് പെട്ടെന്ന് തന്നെ ഇന്നലെ കടാവർ ഡോഗ്സിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മുണ്ടത്തിക്കോട് അത്തരത്തിലുള്ള പരിശോധന നടത്തിയത്. 750 മീറ്റർ, അതായത് 3/4 കിലോമീറ്ററോളം ദൂരത്ത് നിന്ന് ആ പാടശേഖരത്തിൽ നിന്നാണ് ആ തല കണ്ടെത്തിയത്. അത് മുണ്ടത്തിക്കോട് ഇന്നലെ നടത്തിയ വലിയ പരിശോധന, കടാവർ നായ്ക്കളുണ്ടായിരുന്നു, പോലീസിൻ്റെ ഒരു വൈഡ് സെർച്ച് ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 100-200ഓളം പോലീസുകാർ ആ ഒരു വൈഡ് സെർച്ചിൽ പങ്കെടുത്തു. അങ്ങനെ ആ ഒരു പരിശോധനയിലാണ് ആ തലഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ആ തലഭാഗം ഒരാളുടേതാണ്. അത് ഈ പറയുന്ന കോട്ടപ്പുറം സ്വദേശിയും തിരുവമ്പാടിയുടെ പ്രധാനപ്പെട്ട ഉത്സവ കമ്മിറ്റിക്കാരനും ഒക്കെയായ ഗിരീഷ് എന്ന ഗിരിയുടേതാണ് എന്ന സ്ഥിരീകരണം സുഹൃത്തുക്കൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ജില്ലാ കളക്ടറും ശിഖാ സുരേന്ദ്രനുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് DNA പരിശോധന വേണം, അതെന്തായാലും DNA പരിശോധന വേണം, അല്ലാതെ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അത് നിഗമനമാണ്. എന്തായാലും സുഹൃത്തുക്കൾ ഈ ആശുപത്രിയിൽ പോയി തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തൃശ്ശൂർ പൂരത്തിലേക്ക് കടക്കുന്നത്. അപ്പോഴാണ് ഈ പറയുന്നത് പോലെ മേളത്തിനും അതുപോലെ തന്നെ ചിത്രമേളത്തിന് മറ്റു തരത്തിലുള്ള മാറ്റങ്ങളില്ല, അതുപോലെ തന്നെ മഠത്തിൽ വരവിന് മാറ്റങ്ങളില്ല. അങ്ങനെ മറ്റ് ചടങ്ങുകൾ, ക്ഷേത്രാചാരങ്ങളിലുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കൊന്നും തന്നെ യാതൊരു മാറ്റങ്ങളില്ല. പക്ഷേ വർണ്ണ ലൈറ്റുകൾ ഇന്നുകൂടി ഉണ്ടാകില്ല. സാധാരണ ഈ നഗരത്തിലെ എല്ലാ മേഖലകളും സ്വരാജ് റൗണ്ടടക്കം വലിയ തോതിൽ വർണ്ണത്തിൽ കുളിച്ചു നിൽക്കുന്നൊരു തൃശ്ശൂർ പൂരക്കാലമാണ് നമ്മുടെ ഓർമ്മയിലുള്ളത്. പക്ഷേ അതെന്തായാലും ഈ പറയുന്നത് പോലെ ഇന്നുകൂടി ഉണ്ടാകില്ല. നാളെ ആയിരിക്കും അത്തരത്തിലൊരു വർണ്ണത്തിലേക്കൊക്കെ കടക്കുക. അതിനപ്പുറത്തേക്ക് കുറേ മനുഷ്യർ നമ്മളെ
ആനന്ദിപ്പിക്കാനായൊക്കെ വളരെ കഷ്ടപ്പെട്ട കുറേ മനുഷ്യരാണ്. അവരാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഉള്ളൊരു വിഷമം ഇനി തൃശ്ശൂരിന് അല്ലെങ്കിൽ ഈ നാടിന് ഇല്ല എന്ന് വേണം പറയാൻ. എന്തായാലും പൂരത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കിടക്കുകയാണ്. ഈ നമുക്ക് വേണ്ടി അവിടെ നമ്മളെ ആനന്ദിപ്പിക്കാൻ പൂരലഹരിയിലാക്കാൻ ആഴ്ത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ വെടിക്കെട്ട് അപകടം നടന്ന ആ മനുഷ്യരെ ഓർമ്മിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് അവരെ അനുശോചിച്ചുകൊണ്ട് പൂരത്തിലേക്ക് കിടക്കുകയാണ്. പ്രജിത്ത്. ശരി, ശ്രീകുമാറിനാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.